എല്ലാവർക്കും നമസ്കാരം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്ക് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിംഗ് ആണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡ്രൗണിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോഴറിയാം നമ്മൾ വെള്ളത്തിലുള്ള മുങ്ങി മരണത്തിനെയാണ് നമ്മൾ ഡ്രൗണിംഗ് എന്ന് പറയുന്നത്. WHO 2005 ഡ്രൗണിങ്ങിനൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്രൗണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പീരിയൻസിങ് റെസ്പിറേറ്ററി ഇമ്പയർമെൻറ്റ് ഫ്രം സബ്മേർഷൻ ഓർ ഇമ്മേർഷൻ ഇൻ ലിക്വിഡ്. അതായത് ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങുകയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇടുകയോ വഴി അദ്ദേഹത്തിന് റെസ്പിറേഷൻ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൗണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, WHO തന്നെ കണക്കുകൾ പറയുന്നത് 1 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളിലെ 4th ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആണ് ഡ്രൗണിങ് എന്നാണ്. അതുപോലെ തന്നെ 5 to 14 ഇയർ ഓൾഡ് കുട്ടികളിൽ 3rd ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആണ് ഡ്രൗണിങ് എന്ന് പറയുന്നു. നമ്മൾ നോർമലി പറയുമ്പോൾ വെള്ളം കയറിയാണ് മരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. ഓക്സിജൻ നമ്മുടെ മെയിൻ ഓർഗൻസിൽ എത്തിക്കാൻ പറ്റാത്തത് മൂലമാണ് ആ മുങ്ങിയ ആള് മരിക്കുന്നത്. ഓക്കെ, നമ്മൾ 10 തൊട്ട് 20% വരെ ഈ മുങ്ങി മരിച്ച ആൾക്കാരിൽ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് അവരുടെ ലങ്സിൽ വെള്ളത്തിൻ്റെ ഒട്ടും കണ്ടിട്ടില്ല. ഓക്കെ, വെള്ളം കയറിയതായിട്ട് അതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ ആൾക്കാർ മരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ഫിക്സിയ സെക്കൻഡറി ടു റിഫ്ലെക്സ് ലാരിഞ്ചിയോസ്പാസം ആൻഡ് ഗ്ലോട്ടിക് ക്ലോഷർ മൂലമാണ്. അതായത് ആസ്ഫിക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ഓക്സിജൻ കുറയ്ക്കുന്ന അവസ്ഥ. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ എയർവേസിലേക്ക് എത്തുമ്പോൾ ആ വാട്ടർ ഉള്ളിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വോക്കൽ കോഡിലെ മസിൽസ് ഇൻവോളണ്ടറി ആയിട്ട് അത് ക്ലോസ് ആകും. അപ്പം ഇത് ക്ലോസ് ആകുമ്പോഴത്തേക്ക് പിന്നീട് വെള്ളം ഉള്ളിലേക്ക് കയറത്തില്ല. അപ്പം വെള്ളം കയറാത്തതിനോടൊപ്പം തന്നെ എയറും ഉള്ളിലേക്ക് കയറത്തില്ല. അപ്പം ഇതിനെയാണ് പറയുന്നത് റിഫ്ലെക്സ് ലാരിഞ്ചിയോസ്പാസം ആൻഡ് ഗ്ലോട്ടിക് ക്ലോഷർ എന്നുള്ളത്. അപ്പം അതുമൂലം ആസ്ഫിക്സിയ വന്ന് പേഴ്സൺ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിംഗ് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പേഴ്സണ് കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു വൈദ്യസഹായം കിട്ടുന്നതിന് മുൻപേ കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഡ്രൗണിങ് കേസിൽ എന്തൊക്കെയാണ് അതിലുള്ള പ്രഥമ ശുശ്രൂഷയെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മളൊരാൾ വെള്ളത്തിൽ മുങ്ങുന്ന കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലറുക, നമ്മൾ സ്ക്രീം ചെയ്യുക. അപ്പോൾ സ്ക്രീം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷൗട്ട് ഫോർ ഹെൽപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുക, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ആളാണോ, നമുക്ക് സ്വിമ്മിങ് അറിയാവുന്ന ആളാണോ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഒരു കയറോ അല്ലെങ്കിൽ ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു ഓലയോ എന്തെങ്കിലും ഇട്ട് ആ പേഴ്സണിന് അത് ഇട്ട് കൊടുത്ത് ആ പേഴ്സണിനെ നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നതാണോ എന്ന് നമ്മളത് നോക്കുക. അപ്പം അതിന് ഒരു സീക്വൻസ് പറയുന്നുണ്ട്. അതായത് ഒരു പേഴ്സൺ വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസിലോ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട് ഉള്ള സ്റ്റെപ്സിൻ്റെ ഒരു സീക്വൻസ് പറയുന്നുണ്ട്. അതാണ് റീച്ച്, ത്രോ, റോ, ഗോ എന്നുള്ളത്. അപ്പം ആ സീക്വൻസ് ഒന്ന് ഓർത്ത് വെക്കുക. റീച്ച്, ത്രോ, റോ, ഗോ. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വെള്ളത്തിൽ വീണ ആള് നമുക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ അയാളെ വലിച്ച് കയറ്റാനായിട്ട് എന്തെങ്കിലും സാധനം ഇട്ട് കൊടുത്ത് അയാളെ വലിച്ചു കയറ്റുന്നതിനാണ് നമ്മൾ റീച്ച് എന്ന് പറയുന്നത്. Extending a fish rod, branch or towel or other object to reach out to the victim and pull him or her to safety. If nothing is available, lie flat on the dock, grab the victim's hand or wrist and pull him or her to safety. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇത് കണ്ടോ, ഇവിടെ ഒരു വടി ഇട്ട് കൊടുക്കുന്നു. ആ വടിയിൽ പിടിച്ച് അയാൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിനെയാണ് നമ്മൾ റീച്ച് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ത്രോ. ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ മുങ്ങിയ ആള് ഇച്ചിരി ദൂരത്താണ് വീണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അയാൾക്ക് എറിഞ്ഞു കൊടുക്കുക, സോ ദാറ്റ് അയാൾ വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ത്രോ എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ പറയുന്നത് റോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ തുഴഞ്ഞ് അയാളുടെ അടുത്തെത്തുക, അതിൻ്റെ പങ്കായം ഒക്കെ കൊണ്ട് അയാളെ വലിച്ചു കയറ്റാൻ ഇട്ടുകൊടുത്ത് അയാളെ വലിച്ചു കയറ്റാനായിട്ടാണ് പറയുന്നത്. അതാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഗോ. അപ്പോൾ ഗോ എന്ന് പറയുന്നത് ഇതൊന്നും പറ്റത്തില്ലെങ്കിലാണ് നമ്മൾ ഗോ പറയുന്നത്. അതായത് നല്ല ട്രെയിനിങ് കിട്ടിയ സ്വിമ്മേഴ്സ് വേണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. കാരണം ഓരോ നമ്മൾ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ വാട്ടർ കറണ്ടും വ്യത്യസ്തമാണ്. ചില അതിൽ നല്ല ഡെപ്ത് കാണും, അതിൽ ചുഴിയുള്ളതായിരിക്കും, ചള്ളയുള്ളതായിരിക്കും. ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് സ്വിമ്മർ അതിൻ്റെ അതിലേക്ക് ഇറങ്ങാനായിട്ടുള്ളത്. അയാൾക്ക് ലൈഫ് ട്രെയിനിങ് കിട്ടിയതാണെന്ന് ഉറപ്പുള്ളവർ മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ആൾ ഒരിക്കലും ഈ പേഴ്സണിൻ്റെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇറങ്ങരുത്. അയാളുടെ ബാക്കിൽ കൂടെ ചെന്നിട്ട് വേണം നമ്മൾ ഈ പേഴ്സണിൻ്റെ ഈ മുങ്ങുന്ന ആളുടെ അടുത്തേക്ക് എത്താൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് അയാളുടെ ആ രക്ഷപ്പെടാനുള്ള ആ ടെൻഡൻസിയിൽ നമ്മളെയും കൂടെ പിടിച്ച് താക്കുന്നതായിട്ട് തോന്നും. കാരണം അയാൾ നമ്മളെ പിടിച്ച് പൊങ്ങുന്നതാണ്, പക്ഷെ അപ്പം ഈ രക്ഷിക്കാൻ ചെന്ന ആളൂടെ താന്നു പോകും. അങ്ങനെ രണ്ടുപേരും മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ രക്ഷിക്കാൻ പോകുന്ന ആള് ബാക്കിൽ കൂടെ പോയേ ഇയാളെ വലിച്ചു കയറ്റാമുള്ളൂ. ബാക്കിൽ കൂടെ ചെന്നിട്ട് അയാളുടെ ഷോൾഡറിൽ കയറി പൊട്ടം പിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ മുടിക്ക് പിടിക്കുകയോ കോളറിൽ പിടിച്ച് അയാളെ പൊക്കി വലിച്ചു കയറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇയാളെ നമ്മൾ കരയിലോട്ട് വലിച്ചു കയറ്റി. ഇനി വലിച്ചു കയറ്റിയിട്ട് ഈ മുങ്ങിയ ആളെ നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈ സർഫസിലേക്ക് നമ്മൾ കിടത്തണം. എന്നിട്ട് ഈ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർ ഒന്നോ അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ ആംബുലൻസ് വിളിക്കാൻ അല്ലെങ്കിൽ എമർജൻസി നമ്പറിൽ കോൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് മറ്റേയാൾ ആ രണ്ടാമത്തെ ആള് ഈ പേഴ്സണിൻ്റെ കൂടെ ഇരുന്നിട്ട് അയാളുടെ തോളത്ത് തട്ടി നോക്കുക, നല്ല രീതിയിൽ തട്ടി നോക്കുക. എന്നിട്ട് അയാൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ആ സമയത്ത് പേഴ്സൺ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനാണ്, ഹീസ് ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അയാൾക്ക് പിന്നെ അയാളുടെ ക്ലോത്ത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത്സ് കൊടുക്കാം. പിന്നെ ആംബുലൻസ് വരുന്നിടം വെയിറ്റ് ചെയ്യാം. പിന്നെ അയാളുടെ വയറ്റിൽ നമുക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളം കളയണം. വെള്ളം കളയുന്നത് ഒരിക്കലും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നേരെ കിടന്നിട്ട് വയറിൽ ഞെക്കുകയല്ല ചെയ്യേണ്ടത്. ആ പേഴ്സണിനെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കിടത്തിയിട്ട് ഇടതുവശം ചരിച്ചു കിടത്തിയിട്ട് വയറ് പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് ഇയാളുടെ ഉള്ളിലുള്ള വെള്ളം പുറത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ കൊണ്ടുവന്നിരിക്കുന്ന ആള് നമ്മൾ ഇനി നോക്കണം, ഇയാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പൾസ് നോക്കണം. നമ്മുടെ കഴുത്തിലെ പ്രൊമിനൻ്റ് ആയ ബോണിൻ്റെ 1 to 2 സെൻറ്റിമീറ്റർ ലാറ്ററലി ആയിട്ടായിരിക്കണം നമ്മൾ പൾസ് നോക്കേണ്ടത്. അതിനെ നമ്മൾ കരോട്ടിഡ് പൾസ് എന്നാണ് പറയുന്നത്, സെൻട്രൽ പൾസ് അല്ലെങ്കിൽ കരോട്ടിഡ് പൾസ്. ഈ കരോട്ടിഡ് പൾസ് നമ്മുടെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് വേണം നമ്മളത് നോക്കാനായിട്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ പൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CPR ചെയ്യണം. ഇനിയും ഈ പേഷ്യൻറ്റിന് പൾസ് ഉണ്ട്, പക്ഷെ ഇയാൾ ശ്വാസം എടുക്കുന്നില്ല. ഓക്കെ, പൾസ് ഉണ്ട്, ശ്വാസം എന്നാൽ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മൗത്ത് ടു മൗത്ത് റീസസിറ്റേഷൻ വേണം കൊടുക്കാൻ. കൃത്രിമ ശ്വാസോച്ഛ്വാസം നമ്മളവിടെ കൊടുക്കണം. അതിനായിട്ട് ഇയാളെ നേരെ കിടത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പേഷ്യൻ്റെ മൂക്ക് അവിടെ അടച്ചിട്ട് അയാളുടെ വായിലേക്ക് ഊതുക. ഒരു തവണ ഊതിയിട്ട് പേഷ്യൻ്റെ ചെസ്റ്റ് നോക്കുക, അയാളുടെ നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് നോക്കണം. ഉയരുന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഇങ്ങനെ ഈ പ്രോസസ്സ് ഒരു 5 times നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ പൾസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയും വേണം. ഓക്കെ, ഇനി ഈ പേഴ്സണ് നമുക്ക് പൾസും കിട്ടുന്നില്ല, അതുപോലെ അയാൾ ബ്രീത്തും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണം. CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ ആണ്. ഈ CPR ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിനെയും ബ്രെയിനിലെയും ലങ്സ്, കിഡ്നി തുടങ്ങിയ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് സപ്ലൈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CPR അവിടെ ചെയ്യുന്നത്. അപ്പം CPR എവിടെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ നിപ്പിൾസും മൂക്കിൽ നിന്നും ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് രണ്ടുകൂടി എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ വേണം നമ്മൾ കംപ്രഷൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, അതായത് നെഞ്ചിൻ്റെ ഒരു നടുക്കായിട്ട് വരും നമ്മൾ ഈ പൊസിഷൻ.
എന്നിട്ട് അവിടെ കംപ്രസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷപ്പെടുത്തുന്ന ആൾ അയാളുടെ റൈറ്റ് ഹാൻഡ് ആ ചെസ്റ്റിലേക്ക് വെക്കുക. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡിൻ്റെ മുകളിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് കൂടെ വെച്ച് ആ കൈകൾ രണ്ടുകൂടെ ഇൻ്റർലോക്ക് ചെയ്ത് വേണം കംപ്രഷൻ കൊടുക്കാനായിട്ട്. കൈയുടെ ഹീൽ ഓഫ് ദ പാം വെച്ചിട്ട് വേണം നമ്മളത് കംപ്രഷൻസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഫിംഗേഴ്സ് പേഷ്യൻ്റെ ബോഡിയിൽ ടച്ച് ആകരുത്. കാരണം ഫിംഗേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിബ്സ് ഫ്രാക്ചർ ആകും. ഈ പ്രഷർ മൂലം നമ്മൾ കൊടുക്കുന്ന പ്രഷർ മൂലം റിബ്സ് ഫ്രാക്ചർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഭാഗത്ത് 2 കൈ കൂടെ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻസ് കൊടുക്കുക. അങ്ങനെ 30 കംപ്രഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. 30 കംപ്രഷൻസിന് ശേഷം നമ്മൾ 2 മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൂടി നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു പ്രൊസീജിയർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു വെള്ളത്തിൽ വീണ ഒരാളെ നമ്മൾ രക്ഷിക്കേണ്ടത്. ഇനിയും ഇപ്പം ഈ നമ്മൾ കംപ്രഷൻസ് കൊടുത്തു, പിന്നെ 2 ബ്രീത്തിങ് കൊടുത്തു, പിന്നെയും നമ്മൾ CPR ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അണ്ടിൽ അയാൾക്ക് നോർമൽ ആകുന്നിടം വരെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നിടം വരെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡെത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പൾസ് കിട്ടുന്നുണ്ട്, പക്ഷേ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൗത്ത് ടു ബ്രീത്തിങ് മതിയാകും. എന്നാൽ 2 പൾസും കിട്ടുന്നില്ല, പേഴ്സൺ ബ്രീത്തും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് CPR ആണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. ഇപ്പം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.